ശക്തമായ രാഷ്ട്രീയം ഉൾച്ചേർന്നതാണ് പായൽ കപാടിയുടെ സിനിമകൾ. ഒരുപക്ഷെ തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പായൽ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നാണ് ഓരോ സിനിമയും ഡോക്യുമെൻ്ററിയും ചെയ്തതെന്ന് പറയാം. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് സിനിമ പഠിച്ചിറങ്ങിയ പായലിൻ്റെ സമരോത്സുകമായ വിദ്യാർത്ഥി ജീവിതം കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. മുംബൈയിൽ ആർട്ടിസ്റ്റായ നളിനി മാലിനിയുടെ മകളായി ജനിച്ച പായൽ കപാടിയ ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്കാണ് എത്തുന്നത്. സെയിൻറ്റ് സ്റ്റീഫൻസ് രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നാണ്. അതിൻ്റെ നിലവാരവും ചിട്ടവട്ടങ്ങളും നിലനിൽക്കുന്ന അവിടെ നിന്നും എക്കണോമിക്സിൽ ബിരുദം നേടിയ പായൽ സിനിമ പഠിക്കാൻ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നു. രാജ്യത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും കലയും നിലനിൽക്കുന്ന ക്യാമ്പസുകളിലൊന്നായ പൂനെ FTIയിലെ പായലിൻ്റെ വിദ്യാർത്ഥി ജീവിതവും അടിമുടി രാഷ്ട്രീയമുള്ളതായിരുന്നു. 2015 ഗജേന്ദ്ര ചൗഹാൻ എന്ന ടെലിവിഷൻ താരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിച്ചതിനെതിരെ 4 മാസം ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം ചെയ്തവരിൽ പായലുമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പായൽ കപാടിയക്കെതിരെ FTI അച്ചടക്ക നടപടി സ്വീകരിച്ചു. സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന പ്രശാന്ത് പാത്രബയുടെ ഓഫീസിനു മുന്നിൽ ധർണയിരുന്നതിന് പായലിനെതിരെ പൂനെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഒടുവിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പായലിന് ലഭിച്ചിരുന്ന ഗ്രാന്റ് FTI വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്കെത്തി. 35 കുട്ടികൾക്കെതിരെയാണ് അന്ന് പൂനെ പോലീസ് കേസെടുത്തത്. അക്കാദമിക്സിലേക്കുള്ള ഭരണകൂടത്തിന്റെ ഇടപെടലിനെതിരെ സമരം ചെയ്തതിന്റെ ചരിത്രം കൂടിയുണ്ട് പായൽ കപാടിയ എന്ന സംവിധായികയ്ക്ക്. 2015 സമരം നടക്കുന്ന വർഷമാണ് പായൽ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന 13 മിനിറ്റുള്ള ഹ്രസ്വ സിനിമ ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം സിനിമ കാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊടുന്നനെ നിലപാട് മയപ്പെടുത്തി FTI രംഗത്തെത്തുകയും ചെയ്തു. പായൽ മുമ്പത്തേതിനേക്കാൾ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി മാറിയെന്നും അതിനാൽ തങ്ങൾ പായലിനെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഭൂപേന്ദ്ര കൈന്തോല പറഞ്ഞത്. ഇന്ത്യയിലെ ക്യാമ്പസുകൾ സമരമുഖരിതമായ കാലമായിരുന്നു 2015ഉം 2016ഉം. രാജ്യവ്യാപകമായ ഒരു മുന്നേറ്റമായി അത് മാറുന്നത് 2016 രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക് ശേഷമാണെങ്കിലും ക്യാമ്പസുകളിലെ കാവ്യവൽക്കരണത്തിനെതിരായി ആദ്യം പ്രതികരിച്ച കലാലയങ്ങളിൽ ഒന്നായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്ന് ആ സമരങ്ങളുടെ ഭാഗമായി നിന്ന പായൽ കപാടിയയാണ് ഇപ്പോൾ കാൻ ചലച്ചിത്രോത്സവത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വീകരിക്കുന്നത്. തൻ്റെ വിദ്യാർത്ഥി ജീവിതം പുഷ്കലമായ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 2021 കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി പായൽ ചെയ്യുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന 2 പേരാണ് ഡോക്യുമെന്ററിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പരസ്പരം പ്രണയിക്കുന്ന ഈ 2 കഥാപാത്രങ്ങൾ ഒരേ ജാതിയിൽ നിന്നുള്ളവരല്ല എന്നതിൻ്റെ പേരിൽ കുടുംബം വിലക്കേർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുകയാണ്. അതിലൊരാൾക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ഉപേക്ഷിക്കേണ്ടിയും വരുന്നു. 2021 കാനിൽ ഡയറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കപ്പെടുന്നത്. സമരം തുടരുന്നതിനിടയിലും പായൽ സജീവമായി സിനിമാ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. 2014 പുറത്തിറങ്ങിയ വാട്ടർമെലൺ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യ സിനിമ. 2017 ദി ലാസ്റ്റ് മാംഗോ ബിഫോർ ദി മൺസൂൺ എന്ന സിനിമ ചെയ്തു. ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിംഗും ചെയ്തത് പായൽ തന്നെയാണ്. 2018 ആൻഡ് വാട്ട് ഈസ് ദി സമ്മർ സേയിങ് എന്ന സിനിമയും പുറത്തു വന്നു. വിദ്യാർത്ഥികാലത്ത് ചെയ്തതുൾപ്പെടെ ആകെ 6 സിനിമകളാണ് പായലിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. 6ാമത്തെ സിനിമയിൽ കാൻ ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിൽ നിൽക്കുകയാണ് പായൽ. അത് ചുമ്മാ നടന്നു കയറിയതൊന്നുമല്ല. പൂർണ്ണമായും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ മുഖ്യധാരയായി പരിഗണിക്കപ്പെടാതിരുന്ന തരം സിനിമകൾ ചെയ്ത പായൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഈ നേട്ടം. ആണുങ്ങൾക്ക് വേണ്ടി മാത്രം കെട്ടിപ്പൊക്കിയ ഇൻഡസ്ട്രിയിലെ താരങ്ങളുടെ കണ്ണിലൊന്നും ഇതുവരെ ഈ നേട്ടം പതിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങളിനി ഓസ്കാർ നേടി വന്നാലും അവർ ഉറക്കമുണരുമെന്ന് കരുതേണ്ടതുമില്ല.